രണ്ട് പരോക്ഷമായ കാരണങ്ങളാണ്. പ്രത്യക്ഷമായ കാരണങ്ങൾ നമുക്കെല്ലാം അറിയുന്നതാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തെ ഈ സംഗീത ഗുണവധികാരൊക്കെ നമ്മൾ കുറെ കേട്ടതാ. ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്തോഷ വാർത്ത സുഹൃത്തുക്കളെ, വേടന്റെ ഈ പാട്ടല്ല കേട്ടോ, 4 വർഷം എഴുതിയ കവിത അല്ലെങ്കിൽ റാപ്പ്. ആ റാപ്പ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പിള്ളേർക്ക് 3rd സെമസ്റ്റർ 4th സെമസ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു. മലയാളം ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് പഠിക്കാൻ വെച്ചിരുന്നത്. ആ പാട്ട് ഒരിക്കലും അല്ലെങ്കിൽ ആ കവിത ഒരിക്കലും അല്ലെങ്കിൽ ആ റാപ്പ് ഒരിക്കലും പിള്ളേർക്ക് പഠിപ്പിക്കാൻ കൊടുക്കരുത്, പിള്ളേർ നാശമാവും എന്ന രീതിയിൽ ഒരു സംഘി, അവിടെയുള്ള ഒരു സംഘി കേസ് കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ വരുന്നൊരു വാർത്ത, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, സന്തോഷം ഉണ്ടാക്കുന്ന വാർത്ത എന്ന് ചില്ലറല്ല. വേടന്റെ റാപ്പ് പിൻവലിക്കാൻ തീരുമാനമില്ലെന്ന് VC. അതാണ്. അതായത് വേടന്റെ പാട്ട് പഠിപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിള്ളേർക്ക് പഠിക്കാനായിട്ട് അവിടെ ഉണ്ടാവും എന്നർത്ഥം. ഈ സംഖ്യകളുടെ കുഴലൂത്ത് കൊണ്ടോ അല്ലെങ്കിൽ സംഖ്യകള് 4 ദണ്ട് കൊണ്ട് രമ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും ഒരു തരത്തിലും ഈ ഒരു പാട്ട് അല്ലെങ്കിൽ ഈ ഒരു കവിത ആ ഒരു പാഠപുസ്തകത്തിൽ നിന്ന് പിൻവലിക്കില്ല എന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നു. വാർത്ത കേട്ടോക്കൂ. തേഞ്ഞിപ്പല കാലിക്കറ്റ് സർവകലാശാല മലയാളം ബിരുദം 3ാം സെമസ്റ്റർ പാഠ്യപദ്ധതിയിൽ വേടന്റെ റാപ്പ് ഉൾപ്പെടുത്തിയതിനെതിരെ ലഭിച്ച പരാതി പരിഗണനയിലാണെന്നും നിലവിൽ ഇത് പിൻവലിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്നും വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ പറഞ്ഞു. സർവകലാശാലയിലെ BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗമായ AK അനുരാജ് തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട കത്ത് നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് VCയുടെ പ്രതികരണം. വേടന്റെ റാപ്പ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പെട്ടെന്നുണ്ടായ തീരുമാനമല്ല. അതായത് ഈ വേടന്റെ കേസൊക്കെ വന്നപ്പോൾ ഇനിയിപ്പോ ഇതുകൊണ്ട് പഠിപ്പിക്കാൻ കൊടുക്കാം എന്നെടുത്ത തീരുമാനമല്ല. മലയാളം UG ബോർഡ് അധ്യക്ഷൻ ഡോക്ടർ MS അജിത്ത് പറഞ്ഞു. ഈ അടുത്തുണ്ടായ വിവാദങ്ങളുടെ ഭാഗമായ എല്ലാ തീരുമാനം 1 വർഷം മുൻപേ ഈ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ ബോധ്യമുള്ള വരികൾ തന്നെയാണ് ഈ റാപ്പ് ഉൾപ്പെടുത്താൻ കാരണം. മലയാളത്തിൽ അപ്പൊ വിവരമുള്ള അധ്യാപകരുണ്ട്. മലയാളത്തിൽ ഇത്തരം സംഗീതം ജനകീയമാക്കിയ റാപ്പുകൾ പ്രധാനമാണ് എന്നതും കാരണമാണ്. ലോകത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോടുള്ള പ്രതിരോധം എന്ന നിലയ്ക്കാണ് മൈക്കിൾ ജാക്സന്റെയും വേടന്റെയും റാപ്പുകൾ ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മൈനർ കോഴ്സായ താരതമ്യ പഠനത്തിലാണ് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത്. മൈനർ വിഷയമായതിനാൽ മറ്റു കോർ വിഷയത്തിലെ വിദ്യാർത്ഥികൾക്കും ഇത് പഠിക്കാൻ അവസരമുണ്ട്. വേടന്റെ രചന പഠിപ്പിക്കുന്നത് തെറ്റായ സന്ദേശം സമൂഹത്തിന് പകരുമെന്ന് കാട്ടിയാണ് അനുരാജ് പരാതി നൽകിയത്. വിമർശനങ്ങൾ അപ്രസക്തമാണെന്ന് എഴുത്തുകാരനും മലയാളം കേരള പഠന വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ MB മനോജ് പറഞ്ഞു. മൂപ്പർക്ക് വീറുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കാല ഗാനശാഖകളുടെ പ്രത്യേകതകളും 2 ഭാഷയിൽ രചിക്കപ്പെട്ട ഗാനങ്ങളും അവയുടെ സാംസ്കാരിക പശ്ചാത്തലവും മറ്റുമാണ് പഠന വിഷയമാക്കുക. അതിനാൽ ആ ഗാനം ഒഴിവാക്കണമെന്ന അഭിപ്രായം അപ്രസക്തമാണ്. അതായത് വേടന്റെ ജീവിതവും വേടന്റെ ലൈഫും, വേടവൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ, മദ്യപിച്ചിട്ടുണ്ടോ, ബീഡി വലിച്ചിട്ടാണോ കവിത എഴുതിയെ, ഇനിയിപ്പോ കിടന്നുറങ്ങണ സമയത്ത് അല്ലെങ്കിൽ കിടപ്പറയിൽ വെച്ചിട്ടാണോ കവിത എഴുതി, ഇതൊന്നും അല്ല എന്റെ പൊന്നു സംഖ്യകളെ വിഷയം. ആ വിഷയം എന്ന് പറയുന്നത് വേടന്റെ കവിതയാണ്. ആ കവിതയിലെ ആശയമാണ്, അതിലെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ആ ഒരു പാട്ടുമായിട്ട് തട്ടിച്ചു നോക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ വേടൻ അത്രത്തോളം ഉയരെ നിൽക്കുന്നു എന്നർത്ഥം. അല്ലാതെ എന്റെ പൊന്നു സംഖ്യ നീ പറയുന്ന പോലെയല്ല. ഇയാൾ പറയുന്നത് മുഴുവൻ ഒന്ന് കേട്ടോക്കി. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കാരണങ്ങൾ നമുക്കെല്ലാം അറിയുന്നതാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തെ ലഹരി പദാർത്ഥം കയ്യിൽ വെച്ചു എന്ന കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. കിരൺദാസ് മുരളി തന്നെ സമ്മതിക്കുന്നു, എന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു. ടിപ്പല്ല് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന കുറ്റത്തിന് ഫോറസ്റ്റ് വകുപ്പ്, വനം വകുപ്പ് കിരൺദാസ് മുരളിയെ കസ്റ്റഡിയിലെടുത്തു. അതിന്റെ ക്ഷണിക്കുന്നത് ഒരു വിഭാഗം ആൾക്കാരാണ്. അതായത് ചില പ്രത്യയശാസ്ത്ര ആളുകൾ അല്ലെങ്കിൽ ആദർശ കൂട്ടായ്മകൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് എവിടെയായാലും ഈ പറയുന്ന കിരൺദാസിനെ അവരുടെ ഗായകനായി പരിപാടികൾക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. ഇനി ജാതി മത സമവാക്യങ്ങളെ അല്ലെങ്കിൽ ജാതി മത വിഭാഗങ്ങൾ തമ്മിലുള്ള സമരസപ്പെട്ടുള്ള ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തകർക്കുന്ന ആശയങ്ങളാണ് പലപ്പോഴും അത്തരത്തിലുള്ള കൂട്ടായ്മകൾ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇസ്ലാം, ദളിത്, ഇടത് എന്ന രീതിയിലുള്ള കൂട്ടായ്മകൾക്കൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരുടെ ആശയങ്ങൾക്ക് ഊർജം പകരുന്ന രീതിയിലുള്ള ആശയങ്ങളാണ് പലപ്പോഴും മൈക്കിൾ ജാക്സനെ പോലെ ലോകം ആരാധിക്കുന്ന ഒരു സംഗീതജ്ഞനെ
കിരൺദാസ് മുരളിയുമായി താരതമ്യം ചെയ്യാനാണ് ഈ പാഠ്യപദ്ധതികൾ ശ്രമിക്കുന്നത്. നമുക്കറിയാം എത്രയോ കാലത്തെ അംഗീകാരം ലഭിച്ച, ലോകത്താകമാനം അംഗീകാരം ലഭിച്ച മൈക്കിൾ ജാക്സനെയും വളരെ കുറഞ്ഞ കാലം മാത്രം ഈ രംഗത്ത് പ്രവർത്തിച്ച കിരൺദാസിനെയും താരതമ്യം ചെയ്യുന്നത് വഴി സംഭവിക്കുന്നത് സ്വാഭാവികമായും അത്തരത്തിലുള്ള വലിയ സംഗീതത്തിന്റെ സാധ്യതകൾ കേരളത്തിലില്ല, അത്തരം ചെറിയ സാധ്യതകൾ മാത്രമേ കേരളത്തിലുള്ളൂ എന്ന ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് കലയും സാഹിത്യവും സംഗീതവും ഒക്കെ വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ച കാലാതീതമായ യജ്ജാതി മോയന്താന്ന് ആലോചിച്ച് നോക്കല്ലേ. ഈ ഒരു ആള് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നോക്കൂ, ഇയാൾ പറഞ്ഞ വേടന്റെ പാട്ട് മൈക്കിൾ ജാക്സന്റെ പാട്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ പാട്ട് വളരെ മോശമാണെന്ന് അത്ര കരുതുക. എവിടെ നോക്കൂ, വേടന്റെ പാട്ട് മൈക്കിൾ ജാക്സന്റെ ആ ഒരു ഇതിഹാസ ഗായകന്റെ റാപ്പ് ഗായകന്റെ ആ പോപ്പ് ഗായകന്റെ പാട്ടുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വേടന്റെ പാട്ട് അത്രത്തോളം ഉയർന്നു എന്നല്ല അർത്ഥം. ഇയാൾക്ക് മനസ്സിലാവട്ടെ. എന്റെ പൊന്നു സംഖ്യകൾ, എന്റെ പൊന്നു സുഹൃത്തെ, നീ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് വേടനെ അല്ല പഠിക്കാൻ പോകുന്നത്, വേടന്റെ ജീവിതമല്ല പഠിക്കാൻ പോകുന്നത്, വേടന്റെ പാട്ടാണ്, വേടന്റെ കവിതയാണ്. നിങ്ങൾ പറഞ്ഞ പോലെയാണ് ഇവിടെ എങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു എഴുത്തുകാരന്റെയും കവിതയോ എഴുത്തോ വായിക്കാൻ പറ്റില്ല. കാരണം പല എഴുത്തുകാരുടെ ജീവിതം ഭയങ്കര ബോറൻ ജീവിതമാണ്. പല എഴുത്തുകാരും മദ്യപിക്കുന്നുണ്ടായിരിക്കാം, ബീഡി വലിക്കുന്നുണ്ടായിരിക്കാം, കഞ്ച വലിക്കുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ നമ്മൾ ആരെങ്കിലും ചെകയാൻ പോകുന്നുണ്ടോ? ഇല്ലെന്നേ. ആ പേഴ്സണൽ ലൈഫല്ല ഇവിടെ വിഷയം, അവരെഴുതിയ കവിതയാണ്. അത് ഈ ലോകത്തോട് സംവദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ളതാണ്. അവിടെ നമ്മുടെ മൈക്കിൾ ജാക്സന്റെ വരികളില് ലോകത്തെ പ്രശ്നങ്ങൾ മുഴുവൻ, മനുഷ്യാവകാശ ദംശനങ്ങൾ മുഴുവൻ ഉള്ളപ്പോൾ അതേപോലെ വരികൾ ഇതിലുണ്ട്. മനസ്സിലാക്കേണ്ടത്, ഇത് ഇപ്പൊ ഈ വേടൻ ഈ പ്രശ്നമായ സമയത്തല്ല മലയാളം ഡിപ്പാർട്ട്മെന്റ് അത് തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ വർഷം മുമ്പ് തന്നെ, ഒരു വർഷം മുമ്പ് തന്നെ ഇതിനെപ്പറ്റി ചർച്ച നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തിയതുമാണ്. മനസ്സിലാക്കണം, മനസ്സിലാക്കി വെക്കൂ. നിങ്ങളോട് ഇനി പറയാനുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി വേടം കൂടി പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് താടിയേലും ഇടി കിട്ടാതെ എന്തും പറയാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറിയെന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ താഴേക്ക് വന്നിട്ടേ എന്തോരം മണ്ടത്തരങ്ങൾ കേട്ടല്ലേ നമ്മുടെ ഇവിടെ ജാതി മതമൊക്കെ പറഞ്ഞിട്ട് വെറി തുപ്പിക്കൊണ്ടിരിക്കുമ്പോഴേ മനസ്സിലായില്ലേ എന്താ ചോദിക്കുന്നത്? മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്റെ ചാനലാണ്, നിങ്ങൾക്കൊന്ന് സബ് ചെയ്ത് വിജയിച്ച് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. സബ് ചെയ്യണേ സുഹൃത്തുക്കളെ, ഒപ്പം ഉണ്ടാവണേ. ബൈ.